അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം ആണ് നോക്കുന്നതായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ബേസിക്സ് ഒക്കെ നോക്കിയതാണ്. എന്താണ് ടൈമും കൂടി, ടൈം നല്ല ഫാക്ടർ അല്ല, ടൈം ഫാക്ടർ ഇൻഫർമേഷൻ അതിൻ്റെ ഡയഗ്രാം റേറ്റ് ഓഫ് കൂൾ നോക്കി ഇവിടെ കാണിക്കുന്നത് എന്താണ്, ഗാമ ഓസ്നേറ്റ് ഫേസ് ആണല്ലേ. അതായത് 27 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ യൂക്ലിഡ് റിയാക്ഷൻ മുകളിൽ മുകളിൽ കട്ടുണ്ടാ? ഒരു സെക്കൻഡ്. ഹലോ, ഇപ്പൊ ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതാ നോക്കുന്നത് സ്റ്റേബിൾ. ഒരു സെക്കൻഡ്. അപ്പോൾ സ്റ്റേബിൾ ഗാമ റീജിയൻ ഉണ്ടല്ലോ യൂട്ടക്ടോട്ട് റിയാക്ഷന് മുകളിൽ. അപ്പോൾ അതിന് താഴേക്കുള്ളത് അൺസ്റ്റേബിൾ റീജിയൻ ആണ്. അപ്പോൾ അതിൽ എന്താണ് പേർലൈറ്റ് ഫോർമേഷൻ ആയിട്ട് നമ്മൾ നോക്കിയതല്ലേ ഗ്രാഫിക്കലി. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് കൂളിംഗ് റേറ്റ്സിൽ നമുക്ക് അത് നമ്മൾ നോക്കിയല്ലേ. അതായത് ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ നോക്കി ABC എന്ന 3 ഡയഗ്രാംസ് നമ്മൾ നോക്കി. അപ്പോൾ അതിൽ ഏതെങ്കിലും ഡയഗ്രത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ആദ്യം എന്താ ചെയ്താൽ നമ്മൾ ആദ്യം 800 ഡിഗ്രി അല്ലെ 727 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, അതായത് യൂടെക്ടോയിഡ് ടെമ്പറേച്ചറിന് മുകളിൽ നമ്മൾ അതിനെ കൂൾ ചെയ്തു അല്ലേ. അതായത് കൂൾ ചെയ്തു മീൻസ് വി ആർ കൊഞ്ചിഡ് ടു അബൌട്ട് 350 ഡിഗ്രി സെൽഷ്യസ്. ഫ്രം 350 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ എന്താ ചെയ്തത്, ഒരു ടൈം പീരീഡ് അത് വെച്ചു അല്ല. അങ്ങനെ തന്നെ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമ്മളൊരു ത്രൂ ഔട്ട് ഒരു ടൈം വെച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും അതിനെ കൊഞ്ച് ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായത് എന്താണ്, അവിടെ ബെയ്നൈറ്റ് ആണ് ഫോം ചെയ്തത്. കാരണം 540 ഡിഗ്രി സെൽഷ്യസിലാണ് അതിന്റെ നോസ് വരുന്നത് അല്ലേ. ഇതിന്റെ നമ്മൾ ഈ TTT ആയിരുന്ന നോസ്, അതിന് താഴത്തേക്ക് എന്താണ് ഓസ്നേറ്റ് എന്തായി മാറുന്നത്, ബെയ്നൈറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് കർവ് ആണ്, കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം. ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാവരും കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നോക്കിയ ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം ഉണ്ട്, അതും ഈ CCT ഡയഗ്രാം, അത് TTT ഡയഗ്രാം, ഇത് CCT ഡയഗ്രാം. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. സിമിലർ ഡയഗ്രാംസ് ആണ്. അപ്പോൾ ഇവിടെയും എന്താണ് ഇതുപോലെ ഈ ഡയഗ്രവും നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിയ TTT ഡയഗ്രാമിൽ സ്ലൈഡ് ഡിഫറൻസ് ഉണ്ട്. കാരണം
ആക്ച്വൽ കേസസിൽ നമ്മൾ സ്റ്റീലിന്റെ TTT ഡയഗ്രാം നമ്മൾ നോക്കിയാൽ തോന്നുന്നു സ്റ്റീൽ ആർ കൊഞ്ചിങ് അല്ല, നമ്മൾ ഓരോ ടെമ്പറേച്ചറിലും അതിനെ കൊഞ്ചിങ് മീൻസ് എന്താണ് റാപ്പിഡ് കൂളിംഗ് ആണ്. ബട്ട് ഇൻ ആക്ച്വൽ കേസ് വി നെവർ യൂസ് ടു quench it, we will cool it continuously. നമ്മളിപ്പോൾ ഒരു ഹയർ ടെമ്പറേച്ചറിന് നമ്മൾ അതിനെ സോൾഡിഫൈ ചെയ്തിട്ട് ലോ ടെമ്പറേച്ചറിൽ വരുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫേസ് സോൾഡ് സൊല്യൂഷൻസ് കിട്ടുന്നത്. സോ നമ്മൾ ഓർഡിനറി കേസിൽ നമ്മൾ ഒരിക്കലും ഇത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് അതിനെ ക്വെഞ്ച് ചെയ്തിട്ട്, ഇപ്പോൾ നേരത്തെ എക്സാമ്പിളൊക്കെ നമ്മൾ കണ്ടെന്നാണ് ഒരു 540 ഡിഗ്രി സെൽഷ്യസിലേക്ക് അതിനെ ക്വെഞ്ച് ചെയ്തു. അതിനുശേഷം നമ്മളൊരു ത്രൂ ഔട്ട് ഒരു ടൈം പീരീഡ് ആ ടെമ്പറേച്ചറിൽ വെച്ചു, നമ്മൾ വീണ്ടും ക്വെഞ്ച് ചെയ്തു. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫേസസ്, മാർട്ടൻസൈറ്റ്, ബെയ്നൈറ്റ്, പേർലൈറ്റ് ഫേസസ് ഒക്കെ നമുക്ക് കിട്ടി. ബട്ട് ആക്ച്വൽ കേസസിൽ നമ്മൾ ഇവിടെ കണ്ടിന്യൂസ് കൂളിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യൽ. ഒരു പർട്ടിക്കുലർ റേറ്റ്, അതായത് ഒരു 1 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പെർ സെക്കൻഡിൽ കുറച്ചുകൊണ്ട് വരും, ഒരു സെക്കൻഡിൽ 1 ഡിഗ്രി സെൽഷ്യസ് കുറയും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് യൂണിഫോം ആയിട്ടുള്ള ഒരു റിഡക്ഷൻ ഇൻ ടെമ്പറേച്ചർ അങ്ങനെയായിരിക്കും നമ്മൾ കൂൾ ചെയ്യുക. സാധാരണ കേസസിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ ആക്ച്വൽ TTT ഡയഗ്രത്തിൽ നിന്ന് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും ഏതാണ് ഈ പറയുന്ന പേർലൈറ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ ബെയ്നൈറ്റ് ഫോർമേഷന്റെ കർവ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഫിഗറിൽ കാണിക്കുന്നത്. ഈ ഫിഗറിൽ നിങ്ങൾക്കിപ്പോൾ കാണാം. ഈ ഫിഗറിൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ലൈനും കാണിക്കുന്നുണ്ട്, അതുപോലെ കണ്ടിന്യൂസ് ലൈനും കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ലൈൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? കണ്ടിന്യൂസ് ലൈൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോഴത്തെ കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇപ്പോൾ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത് ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത TTT ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്, ആ കർവ് സ്ലൈറ്റ്ലി മാറിയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ് കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ നിങ്ങൾ എടുത്തു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 700 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 700 ഡിഗ്രി സെൽഷ്യസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് 700 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ TTT ഡയഗ്രത്തിൽ ബെയ്നൈറ്റ് പേർലൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നമ്മൾ CCT ഡയഗ്രാം എടുക്കുമ്പോൾ അത് 700 താഴെയുള്ള ഒരു ടെമ്പറേച്ചറിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ റേഞ്ച് ടെമ്പറേച്ചർ നോക്കിയാലും നമുക്കറിയാം കുറച്ച് താഴെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി നോക്കിയ 630 എന്നുള്ള ടെമ്പറേച്ചർ എടുക്കുമ്പോൾ ആക്ച്വൽ നമ്മുടെ TTT ഡയഗ്രത്തിൽ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നമ്മുടെ CCT ഡയഗ്രത്തിൽ അത് കുറച്ച് ലോവർ ടെമ്പറേച്ചറിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ സ്റ്റാർട്ടിംഗ് ടെമ്പറേച്ചറും അതുപോലെ എൻഡ് ടെമ്പറേച്ചറും, ഏത് പേർലൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ടിംഗ് ടെമ്പറേച്ചറും പേർലൈറ്റ് ഫോർമേഷൻ എൻഡ് ടെമ്പറേച്ചറും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ CCT ഡയഗ്രത്തിന്റെ കേസിൽ here it can be seen that the transformation on continuous cooling starts at lower temperature and after longer times as compared to isothermal transformation. അപ്പോൾ ഇത് കുറച്ചും കൂടി വൈഡർ ആണ്, ഓൾറെഡി TTT കർവിനേക്കാളും വൈഡർ ആണ്. സോ ഇറ്റ് വിൽ ടേക്ക് എ ലോങ്ങർ ടൈം ഫോർ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഡിഫറൻസ് ആണ് നമ്മൾ TTT ഡയഗ്രാമും CCT ഡയഗ്രാം തമ്മിലുള്ളത്. നമുക്കതിന്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. നമ്മൾ നെക്സ്റ്റ് ഡയഗ്രാം നമ്മൾ നോക്കുന്നത് ഒരു സൂപ്പർ ഇമ്പോസ്ഡ് കൂളിംഗ് കർവ് ആണ്. സോ ഇറ്റ് റെപ്രസെന്റ്സ് ഫാസ്റ്റ് ആൻഡ് സ്ലോ റേറ്റ്സ് ഓഫ് കൂളിംഗ്. സോ ദർ ആർ 4 കർവ്സ് ഷോൺ ഹിയർ അല്ലെ. 4 കൂളിംഗ് റേറ്റ് കർവ്സ് ഇതിൽ കാണിക്കുന്നുണ്ട് അല്ലെ. ഓൾറെഡി നമുക്കറിയാം CCT കർവ് നമ്മൾ കഴിഞ്ഞ ഡയഗ്രത്തിൽ നമുക്ക് കണ്ട സെയിം ഓസ്റ്റ്നേറ്റ് ടു പേർലൈറ്റ് ട്രാൻസ്ഫോർമേഷന്റെ CCT കർവ് ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് എന്താണ് നമുക്ക് കാണിക്കുന്നത്? ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിന്റെ 4 കർവ്സ് കാണിക്കുന്നുണ്ട് അല്ലെ. PQRS. ഓക്കെ, ഫസ്റ്റ് കർവ് നോക്കിയാൽ കൂളിംഗ് റേറ്റ് സ്ലോ ഇൻ കർവ് P. കർവ് Pന്റെ കേസ് നോക്കിയാൽ 0.01 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. ഈ കർവ് നോക്കിയാൽ നമുക്കറിയാം 0.01 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ്. അപ്പോൾ പെർ സെക്കൻഡ് അവിടെ ഇല്ല കൂളിംഗ് എന്ന് പറഞ്ഞാൽ 0.01 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓരോ സെക്കൻഡിലും കുറച്ച് വരുന്നത്. അതായത് സ്ലോ കൂളിംഗ് ആണ് നമ്മളവിടെ ചെയ്യുന്നത്. സ്ലോ കൂളിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഡോട്ടഡ് ലൈൻ പോകുന്നത് നോക്കിയത് എവിടെയാണ്, ഏതിൽ കൂടിയാണ് പോകുന്നത്? ഫസ്റ്റ് ഓസ്റ്റ്നേറ്റ് എന്തായി പറഞ്ഞു, പേർലൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് പേർലൈറ്റ് ഫോർമേഷൻ കംപ്ലീറ്റ് പേർലൈറ്റ് ഫോം ചെയ്തു, എൻഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഫൈനലി കിട്ടുന്നതാണ് പ്യുവർ പേർലൈറ്റ് റീജിയൻ ആണ് താഴെ കിട്ടുന്നത്. ഓക്കെ, ഈ റീജിയനിലായിരിക്കും നമുക്ക് കംപ്ലീറ്റ് പേർലൈറ്റ് ആയിരിക്കും നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ നമ്മൾ യൂട്ടക്ടോയിഡ് ടെമ്പറേച്ചറിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ്? കോർ സൈഡിലെ പേർലൈറ്റ് ആണ് കിട്ടുന്നത്. ഫർദർ താഴേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈൻ പേർലൈറ്റ് കിട്ടും.
അപ്പോൾ നമ്മൾ നോക്കിയാൽ ആ ടെമ്പറേച്ചർ കുറച്ച് വരും. നെക്സ്റ്റ് നോക്കിയേ ക്യൂ നില കൂളിംഗ് റേറ്റിന്റെ കർവ് നോക്കിയേ. ക്യൂ നില കർവ് പോകുന്നത് എത്രയാണ്? 3 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ്. അതായത് പെർ സെക്കൻഡിൽ 3 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറയുന്നത്. 3 ഡിഗ്രി സെൽഷ്യസ് കുറയുമ്പോൾ നമുക്കറിയാം കർവ് ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി CCT കർവിനെ എവിടെ ടച്ച് ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മൾ പേർലൈറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെയാണ് നമ്മൾ പേർലൈറ്റ് ഫോർമേഷൻ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ദർ ഓൾസോ ദിസ് ഓസ്റ്റിനേറ്റ് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ഇൻ ടു പേർലൈറ്റ്. ആ റീജിയനിൽ നമുക്ക് കിട്ടുന്നത് ഫൈൻ പേർലൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ നമുക്ക് ഫൈൻ പേർലൈറ്റ് കിട്ടും. കാരണം അത് ലോവർ റേഞ്ച് ആണ്. ഈ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നത് ഫൈൻ പേർലൈറ്റ് ആണ്. അപ്പർ റേഞ്ചിലാണ് നമുക്ക് കോസ് പേർലൈറ്റ് കിട്ടുക. അതായത് യൂട്ടക്ടോയിഡ് ടെമ്പറേച്ചറിന്റെ തൊട്ട് താഴെയൊക്കെ നമുക്ക് കിട്ടുന്നത് കോസ് പേർലൈറ്റ് ആണ്. അതിന് താഴേക്ക് നമുക്ക് ഫൈൻ പേർലൈറ്റ് ആണ് കിട്ടുന്നത്. ഫർദർ നമ്മൾ ഈ ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ കൂളിംഗ് റേറ്റ് നമ്മൾ കൂട്ടി എന്ന് വെച്ചാൽ എന്താണ്? 35 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും 35 ഡിഗ്രി സെൽഷ്യസിന്റെ കുറവ് വരുത്തി നമ്മൾ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഫാസ്റ്റ് കൂളിംഗ് ആണ്, കുറച്ചും കൂടി റാപ്പിഡ് കൂളിംഗ് ആണ്. ആ റാപ്പിഡ് കൂളിംഗ് ചെയ്യുമ്പോൾ കർവ് നിങ്ങൾക്ക് കാണാം. ആ കർവാണ് നമ്മൾ ആർ കർവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആർ കർവ് നിങ്ങൾ നോക്കിയാൽ ആർ കർവ് എപ്പോഴാണ് ഈ CCT കർവിനെ ടച്ച് ചെയ്യുന്നത്? ഇവിടെയുള്ള ഒരു പോയിന്റിലാണ് അത് ടച്ച് ചെയ്യുന്നത് അല്ലേ? അത് ടച്ച് ചെയ്യുന്നത് ഇവിടെയുള്ള ഒരു പോയിന്റിൽ അത് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആ പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് ആക്ച്വലി ആ ടെമ്പറേച്ചർ നിങ്ങൾ നോക്കിയാൽ ഏകദേശം 540 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ആ ടെമ്പറേച്ചർ അല്ലേ? 540 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ അവിടെ എന്താണ്? ഓസ്റ്റിനേറ്റ് എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? അവിടെ പേർലൈറ്റ് ആണ്. പേർലൈറ്റ് സ്റ്റാർട്ട് ആണ് ആ പോയിന്റ്. പേർലൈറ്റ് സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് പേർലൈറ്റ് എൻഡ് ആവുന്ന ലൈനാണ് നമ്മളെ സെക്കൻഡ് ലൈൻ കാണിക്കുന്നത് അല്ലെ ഓൾറെഡി CCT കർവിൽ. പക്ഷെ നമ്മൾ ഡോട്ടഡ് കർവ് എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? നമ്മൾ ഡോട്ടഡ് കർവ് ഓൾറെഡി ജസ്റ്റ് അതിന്റെ എൻഡിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ? പേർലൈറ്റ് ആൻഡ് ഫിനിഷ് കർവിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഫൈനലി കിട്ടുന്ന എന്താണ്? നമുക്ക് അവിടെ കിട്ടുന്നത് കംപ്ലീറ്റ് പേർലൈറ്റ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടില്ല. ആ പർട്ടിക്കുലർ ഡോട്ടർ ലൈൻ ഇറ്റ് വിൽ ഗിവ് us പേർലൈറ്റ്. നെക്സ്റ്റ് ഡോട്ടർ ലൈൻ നോക്കിയേ, എസ് കർവ് നിങ്ങൾ നോക്കിയേ, കൂളിംഗ് റേറ്റ് കർവ്. എസ് കർവ് നോക്കിയേ, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ടച്ചിങ് ദാറ്റ് CCT ഡയഗ്രാം അല്ലെ? ഓസ്റ്റിനേറ്റ് പേർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രത്തിന് അത് എവിടെയും ടച്ച് ചെയ്യുന്നില്ല. നോക്കിയാൽ ജസ്റ്റ് അത് ടച്ച് ചെയ്യുന്നുണ്ട് അതിന്റെ ടിപ്പിൽ. പേർലൈറ്റ് സ്റ്റാർട്ട് റീജിയനെ ജസ്റ്റ് ടച്ച് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ പേർലൈറ്റ് സ്റ്റാർട്ട് റീജിയൻ ജസ്റ്റ് ടച്ച് ചെയ്തു എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഓസ്റ്റിനേറ്റ് ആണ് അവിടെ ഉള്ളത്. ആ ഓസ്റ്റിനേറ്റ് പേർലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് അത് നേരെ താഴേക്ക് വന്നിട്ട് എവിടെയാണ്? മാർട്ടൻസൈറ്റ് റീജിയനിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാർട്ടൻസൈറ്റ് ഫോർമേഷൻ ആണ് അവിടെ കിട്ടുന്നത്. അപ്പൊ എസ് കർവ് റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? ഓസ്റ്റിനേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാർട്ടൻസൈറ്റ് ആവുന്നത്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ എസ് കർവ് ആൻഡ് ആർ കർവ്, എസിന്റെയും ആറിന്റെയും ഇടയിൽ ഒരു കർവ് നോക്കുകയാണെങ്കിലോ, എസിന്റെയും ആറിന്റെ ഇടയിൽ ഒരു കർവ് എങ്ങനെ വരും? ഏകദേശം ഈ റേഞ്ചിൽ ഒരു കർവ് വരും അല്ലേ? ആ റേഞ്ചിൽ ഒരു കർവ് വരികയാണെങ്കിൽ അവിടെ എന്തൊക്കെ ഫേസസ് ഉണ്ടാവും? അവിടെ നമുക്ക് അതിൽ ഒരു പാർട്ട് ഓഫ് ദ ഓസ്റ്റിനേറ്റ് വിൽ ബി ട്രാൻസ്ഫോം ടു പേർലൈറ്റ്. ഓക്കെ, ഒരു പാർട്ട് പേർലൈറ്റ് ആയിട്ട് മാറും. Then again a small portion of the ostinate will be transformed to bainate and remaining will be transformed into martensite. കാരണം വെച്ചാൽ 35 ഡിഗ്രി ആർ കർവിന്റെ തൊട്ടടുത്തുള്ള ഒരു കർവാണെങ്കിൽ അവിടെ നമുക്ക് കാണാം അവിടെ ഉണ്ടാവുന്നത് പേർലൈറ്റും, അതായത് ഒരു പാർട്ട് വരെ പേർലൈറ്റ് ആയി മാറിയിട്ടുണ്ടാവും. റിമൈനിങ് ഓസ്റ്റിനേറ്റ് അതുപോലെ ബാക്കി ഉണ്ടാവും. ആ റിമൈനിങ് ഓസ്റ്റിനേറ്റ് എന്തായി മാറും? മാർട്ടൻസൈറ്റ് ആയിട്ടാണ് മാറുക. കുറച്ചും കൂടെ നമ്മൾ 140 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ് എന്നുള്ള എസ് കർവിന് അടുത്തേക്ക് വരികയാണെങ്കിൽ അത് 540 ഡിഗ്രിക്ക് താഴെ ആയിട്ടാണ്, ഏകദേശം 540 ഡിഗ്രി ഈ ലൈൻ ആയിട്ട് വരും. അതിന് താഴെ ആയിട്ടായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിലെ വരുന്ന ഒരു കർവ് എങ്ങനെയായിരിക്കും? അതിലെ വരുന്ന ഒരു കർവ് ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ബെയിനൈറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓസ്റ്റിനേറ്റ് ബെയിനൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഏകദേശം ഒരു പർട്ടിക്കുലർ പോർഷൻ ബെയിനൈറ്റ് ആയി മാറും. റിമൈനിങ് ഓസ്റ്റിനേറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു മാർട്ടൻസൈറ്റ്. അതുകൊണ്ടാണ് ഈ റീജിയൻ നമ്മൾ എന്താണ് മാർട്ടൻസൈറ്റ് പ്ലസ് പേർലൈറ്റ് എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് മാർട്ടൻസൈറ്റ് കംപ്ലീറ്റ് ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് അത് മാർട്ടൻസൈറ്റ് ആണ്, റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് പേർലൈറ്റ് ആണ്. ഇൻ ബിറ്റ്വീനിൽ ചെറിയൊരു എമൗണ്ട് പേർലൈറ്റും ചെറിയൊരു എമൗണ്ട് ബെയിനൈറ്റും ബാക്കി മാർട്ടൻസൈറ്റും ആവാം, അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് പേർലൈറ്റും ബാക്കി മാർട്ടൻസൈറ്റും ആവാം. ആ രീതിയിലാണ് ഈ കർവ്സ് വരുന്നത്. അപ്പോൾ ഈ TTT ഡയഗ്രാംസും CCT ഡയഗ്രാംസും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും. അപ്പം നന്നായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എനിക്ക് നിങ്ങൾ ചാറ്റ് കാണുന്നില്ല. ഹലോ ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഈ കർവ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇതിൽ കുറെ ട്രാൻസ്ഫോർമേഷൻ കണ്ടു അല്ലെ? എന്താണ്? ഓസ്റ്റിനേറ്റ് എന്നില്ല ഗാമ അല്ലെ? ഗാമ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഓസ്റ്റിനേറ്റ് റീജിയൻ ആണ് ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് ഡിഫറെന്റ് ഫേസസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. സോ ഓസ്റ്റിനേറ്റ് വിൽ ബി ട്രാൻസ്ഫോം ടു വാട്ട് ആർ ദ ത്രീ ഫേസസ്? പേർലൈറ്റ്, ബെയിനൈറ്റ് ആൻഡ് മാർട്ടൻസൈറ്റ്.
അല്ലെ. അപ്പൊ പേർലൈറ്റ് ഫേസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ സ്ലോ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് പേർലൈറ്റ് ഫേസ് കിട്ടുന്നത്. സോ ഇൻ ബിറ്റ്വീൻ കൂളിംഗ് റേറ്റ് നമ്മൾ കൂട്ടുമ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ബെയ്നേറ്റ് ഫേസ് ആണ്. ഐസോതെർമൽ ട്രീറ്റ്മെന്റിൽ നമുക്ക് ബെയ്നേറ്റ് ഫേസ് കിട്ടും. ഫോർ റാപ്പിഡ് കൂളിംഗ് വിൽ ഗെറ്റ് മാർട്ടൻസ്റ്റേറ്റ് ഫേസ്. അങ്ങനെ ഈ മൂന്ന് ഫേസസ് നമുക്ക്, ഈ മൂന്ന് ഫേസ് ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് നോക്കാം, നമുക്ക് ഫസ്റ്റ് പേർലൈറ്റ് റീജിയൻ നോക്കാം. പേർലൈറ്റ് റീജിയൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പേർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പേർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ. പേർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടക്കുന്നത് എന്താണ്? ത്രൂ ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? ഹിയർ ദ കാർബൺ ഇൻ ദ ഓസ്റ്റനേറ്റ് വിൽ ബി റീഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഡിഫ്യൂഷൻ. അപ്പോൾ ഈ പേർലൈറ്റ് ട്രാൻസ്ഫോം ചെയ്യാൻ ഈ ഓസ്റ്റനേറ്റിലെ കാർബൺ ഇറ്റ് വിൽ ബി redistributed by diffusion. It will be redistributed by diffusion into two phases. First one will be a carbon rich cementite phase, and second one will be a ferrite phase which will be poorer in carbon. Okay, അപ്പോൾ സ്ലോ കൂളിംഗ് റേറ്റ്സിലൊക്കെ നമ്മൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓസ്റ്റനേറ്റ് വിൽ ബി ട്രാൻസ്ഫോംഡ് ടു പേർലൈറ്റ്. അപ്പോൾ സ്ലോ കൂളിംഗ് റേറ്റ്സ് എവിടെയാണ് ഉണ്ടാകുന്നത്? സ്ലോ കൂളിംഗ് റേറ്റ്സ് എപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ ഡയഗ്രത്തിൽ നമ്മൾ കണ്ടു. സ്ലോ കൂളിംഗ് റേറ്റ്സ് എപ്പോഴും ഏറ്റവും അറ്റത്തായിട്ട് അല്ലെ, ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ആയിട്ടാണ് സ്ലോ കൂളിംഗ് റേറ്റ് ഉണ്ടാകുന്നത്. അതേ നമ്മൾ യൂട്ടക്ടോ ടെമ്പറേച്ചറിന്റെ തൊട്ട് താഴെയുള്ള ഭാഗം വരും. ദെയർ വി ആർ ഗെറ്റിംഗ് കോറസ് പേർലൈറ്റ്, കുറച്ചും കൂടി സൈസ് കൂടി, ഗ്രെയിൻ സൈസ് കുറച്ചും കൂടി കൂടിയ കോസ് പേർലൈറ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ആൻഡ് ദിസ് കോസ് പേർലൈറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് ആൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് ഫെറൈറ്റ് ആൻഡ് സിമെന്റേറ്റ്. അപ്പോൾ ഫെറൈറ്റ് ലെയർ ഉണ്ടാവും, സിമെന്റേറ്റ് ലെയർ ഉണ്ടാവും. അപ്പോൾ ദിസ് ലെയർ വിൽ ബി തിക്കർ, കാരണം കോസ് പേർലൈറ്റ് ആണ്. ഫർദർ ഇഫ് യു ആർ ഇൻക്രീസിംഗ് ദ കൂളിംഗ് റേറ്റ് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നല്ല, ലെഫ്റ്റ് സൈഡിലേക്ക് ഡോട്ടർ ലൈൻ പോകുന്നതനുസരിച്ച് നമ്മൾ എന്താണ് കൂളിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്യാണ്. സോ വാട്ട് ഹാപ്പൻസ് ദർ, ദ ഓസ്റ്റനേറ്റ്സ് വിൽ ബി ട്രാൻസ്ഫോർഡ് ഇൻ ടു, അഗൈൻ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫോർഡ് ഇൻ ടു പേർലൈറ്റ്, ബട്ട് ദ പേർലൈറ്റ് വിൽ ബി ഫൈൻ. കുറച്ചും കൂടി ഗ്രെയിൻ സൈസ് കുറഞ്ഞ പേർലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടല്. സോ അതും അവിടെ രണ്ട് ലെയർ ആയിട്ടായിരിക്കും ഉണ്ടാവില്ല. ഈ പേർലൈറ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി ഫെറൈറ്റ് പ്ലസ് സിമെന്റേറ്റിനെയാണ് നമ്മൾ പേർലൈറ്റ് എന്ന് പറയുന്നത്. ഹിയർ വിൽ ഗെറ്റ് ഫൈനർ ലെയേഴ്സ് ഓഫ് ഫെറൈറ്റ് ആൻഡ് സിമെന്റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ സിമെന്റേറ്റിന്റെ ഒരു പ്രത്യേകത എന്താണ്? ദ സിമെന്റേറ്റ് വിൽ ബി ഇറ്റ് ഈസ് മോർ ബ്രിട്ടിൽ ആൻഡ് മച്ച് ഹാർഡർ ദാൻ ഫെറൈറ്റ്. അപ്പോൾ ഈ ഫെറൈറ്റ് എന്നുള്ള ഫേസിനേക്കാളും ബ്രിട്ടിൽനെസ് കൂടി അല്ലെങ്കിൽ ഹാർഡർ ആണ് നമ്മളെ സിമെന്റേറ്റ് എന്ന് പറയുന്ന ഫേസ്. ഓക്കെ, സോ ദിസ് therefore when cementate content is more, the steel will be harder and strong. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഡിഫറെന്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഉണ്ട്. അടുത്ത ചാപ്റ്റർ ആയിട്ട് നമുക്ക് വരുന്ന ഡിഫറെന്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിലൂടെ നമുക്ക് ഈ സ്റ്റീലിന്റെ സ്ട്രക്ചർ ഇതിനെ നമുക്ക് ഹാർഡർ ആക്കാം, ഇതിനെ ടഫ്നെസ് കൂട്ടാം, ഇതിനെ ബ്രിട്ടിലാക്കാം, അങ്ങനെ ആക്കാം. അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹാർഡ്നെസ്, സ്ട്രെങ്ത്, ബ്രിട്ടിൽനെസ് ഇതൊക്കെ ഒരു സെയിം റിലേറ്റഡ് പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പോൾ ഹാർഡ്നെസ് കൂടുക എന്ന് വെച്ചാൽ അതിന്റെ ബ്രിട്ടിൽനെസ് കൂടും, അതിന്റെ സ്ട്രെങ്ത് കൂടുന്നതാണ്. നേരെ മറിച്ച് അതുപോലെ ഹാർഡായിട്ട് സബ്സ്റ്റൻസിന്റെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി കുറവായിരിക്കും. അതുപോലെ അതിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ഡക്റ്റിലിറ്റി കുറവായിരിക്കും. അതുപോലെ ഹാർഡ്നെസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ ടഫ്നെസ് കുറവായിരിക്കും. അപ്പോൾ ഡക്റ്റിലിറ്റിയും ടഫ്നെസ് എല്ലാം സെയിം റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ സോ വെൻ സിമെന്റേറ്റ് കണ്ടന്റ് മോർ എന്ന് വെച്ചാൽ ദ സ്റ്റീൽ വിൽ ബി ഹാർഡർ ആൻഡ് സ്ട്രോങ്ങർ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ബി പുവർ ഇൻ ഡക്റ്റിലിറ്റി ആൻഡ് ടഫ്നെസ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻ പേർലൈറ്റ് എന്തായിരിക്കും? ദ സിമെന്റേറ്റ് ലെയർ വിൽ ബി റീഇൻഫോഴ്സ്ഡ് ഇൻ ഫെറൈറ്റ് ലെയർ. അപ്പോൾ പേർലൈറ്റിൽ ഈ സിമെന്റേറ്റ് ലെയറും ഈ ഫെറൈറ്റ് ലെയറും റീഇൻഫോഴ്സ് ആയിട്ടായിരിക്കും. നമുക്കറിയാം റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് നമുക്കറിയാം, അതുപോലെ റീഇൻഫോഴ്സ്ഡ് ആയിട്ടായിരിക്കും, ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കും അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം രണ്ട് ടൈപ്പ് ഉണ്ട് പേർലൈറ്റ് അല്ലെ. നമുക്ക് കോസ് പേർലൈറ്റ് കിട്ടുന്നുണ്ട് മുകൾ ഭാഗത്ത്, താഴോട്ട് വരുമ്പോൾ എന്താ നമുക്ക് ഫൈൻ പേർലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫൈൻ പേർലൈറ്റ് പറയുന്നത് ഇറ്റ് ഈസ് ഹാർഡർ ഓർ സ്ട്രോങ്ങർ ദാൻ കോസ് പേർലൈറ്റ്, ബിക്കോസ് ഇൻ ഫൈൻ പേർലൈറ്റ് ദ നമ്പർ ഓഫ് ലെയർ ഈസ് മോർ. ഓക്കെ, കാരണം നമ്പർ ഓഫ് ലെയേഴ്സ് കൂടുതലാണ് ഫൈൻ പേർലൈറ്റിൽ. നമ്പർ ഓഫ് ലെയേഴ്സ് കൂടുമ്പോൾ എന്താവും സ്വാഭാവികമായിട്ടും അവിടെ സിമെന്റേറ്റ് ലെയറും ഉണ്ട്, ഫെറൈറ്റ് ലെയറും ഉണ്ട്. സിമെന്റേറ്റ് ലെയറും കൂടിയിട്ടുണ്ടാവും. The cementate is more brittle and harder, so fine pearlite will be harder when compared to coarse pearlite. അതുപോലെ തന്നെ ഈ ലെയേഴ്സ് വരുമ്പോൾ എന്താണ് അവിടെ ഫേസ് ബൗണ്ടറീസ് വരും അല്ലെ. അപ്പൊ ഈ ഫേസ് ബൗണ്ടറീസ് എപ്പോഴും എന്താണ്? ഇറ്റ് വിൽ റെസിസ്റ്റ് ഡിസ്ലൊക്കേഷൻ മോഷൻ. അപ്പൊ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും കുറവായിരിക്കും.
ഓക്കെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവായിരിക്കും. അതുകൊണ്ട് എപ്പോഴും എന്തായിരിക്കും, ഫൈൻ പേർലൈറ്റ് എപ്പോഴും ഇറ്റ് വിൽ ഗിവ്സ് ബെറ്റർ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. ഫൈൻ പേർലൈറ്റ് വിൽ ഗിവ് ബെറ്റർ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ഡ്യൂ ടു ദി greater reinforcement and restriction to motion of dislocation. Okay. On the other way, this coarse pearlite is more ductile than fine pearlite. അപ്പോൾ ഇവിടെ ഇതിന്റെ ഡക്റ്റിലിറ്റിനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പേർലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അവിടെ പേർലൈറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, പേർലൈറ്റ് ഫേസ് എന്ന് വെച്ചാൽ ഓസ്റ്റേറ്റിൽ കാർബൺ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ്, അല്ല എങ്ങനെയാണ്, ബൈ ഡിഫ്യൂഷൻ. അങ്ങനെയാണ് നമുക്ക് എന്തെല്ലാം ഫേസ് കിട്ടുന്നത്, നമുക്ക് സിമെന്റേറ്റ് ഫേസും ഫെറൈറ്റ് ഫേസും കിട്ടുന്നത്. സിമെന്റേറ്റ് ഫേസിലാണ് കാർബൺ റിച്ച് ആയ ഫേസ് ആണ് സിമെന്റേറ്റ് ഫേസ്. സിമെന്റേറ്റ് ഫേസിന്റെ പ്രത്യേകത വെച്ചാൽ ഇറ്റ് വിൽ ബി മോർ ബ്രിട്ടിൽ ആൻഡ് ഹാർഡ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഇത് റീഇൻഫോഴ്സ് ചെയ്തിട്ടുള്ളത്, ഇത് ലെയർ ഓഫ് സിമെന്റേറ്റ് ആൻഡ് ഫെറൈറ്റ് ആയിട്ടാണ് ഉള്ളത്. ഫൈൻ പേർലൈറ്റ് പറയുമ്പോൾ അവിടെ കൂടുതൽ ലെയർ ഉണ്ടാവും, എന്ന് വെച്ചാൽ കൂടുതൽ സിമെന്റേറ്റ് ലെയർ ഉണ്ടാവും, അപ്പോൾ അത് കൂടുതൽ ഹാർഡ് ആയിരിക്കും. ഓക്കെ, ഹാർഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ് സ്ട്രെങ്ത് എല്ലാം കൂടുതലായിരിക്കും, ഡക്റ്റിലിറ്റി കുറവായിരിക്കും. കോസ് പേർലൈറ്റ് പറഞ്ഞാൽ എന്തായിരിക്കും, ഫൈൻ പേർലൈറ്റിനെ അപേക്ഷിച്ച് കോസ് പേർലൈറ്റ് മോർ ഡക്റ്റൈൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ഓർമ്മ വേണം. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത ഫേസ് എടുത്തു കഴിഞ്ഞാൽ, ഹലോ ഒന്ന് എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹലോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അടുത്ത എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ, അടുത്ത എലമെന്റ് മീൻസ് അടുത്ത ഫേസ് എടുത്തു കഴിഞ്ഞാൽ ബെയ്നൈറ്റ് ഫേസ് ആണ് അല്ലെ. പേർലൈറ്റ് പോലെ തന്നെയാണ് ബെയ്നൈറ്റ് ഫേസ്. അപ്പൊ ബെയ്നൈറ്റ് ഫേസിലും സെയിം ത്രൂ ഡിഫ്യൂഷൻ തന്നെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. എങ്ങനെയാണ്, ഓസ്നൈറ്റ് വിൽ ബി ട്രാൻസ്ഫോർഡ് ടു ബെയ്നൈറ്റ്. നമുക്കറിയാം, നമ്മളെ ടി ഡയഗ്രത്തിൽ അല്ലെങ്കിൽ CCT ഡയഗ്രത്തിൽ നമുക്കറിയാം 540 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഓസ്നൈറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു പേർലൈറ്റ്. ബട്ട് ബിലോ ദ 540 ഡയഗ്രാം, അതായത് നോസ് ഓഫ് ദി ടി കർവ് നമുക്കറിയാം, ആ നോസ് വരുന്ന ഏത് ടെമ്പറേച്ചറിലാണ്, 540 ഡിഗ്രി സെൽഷ്യസിലാണ്. ബിലോ 540 ഡിഗ്രി സെൽഷ്യസ് ദിസ് ഓസ്നൈറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ബെയ്നൈറ്റ്. അവിടെ 2 ടൈപ്പ് ബെയ്നൈറ്റ് ഉണ്ട്, അപ്പർ ബെയ്നൈറ്റ്, ലോവർ ബെയ്നൈറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ബെയ്നൈറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതിന്റെ മൈക്രോ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇറ്റ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് ഫെറൈറ്റ് ആൻഡ് സിമെന്റേറ്റ് ഫേസ് അല്ലെ. പക്ഷെ ഇവിടെ പേർലൈറ്റിനേക്കാളും കുറച്ചും കൂടി ഫൈനർ ആയിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എപ്പോഴും ഫൈൻ ഗ്രെയിൻസ് കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മളെ മെറ്റീരിയൽ, നമ്മുടെ സ്റ്റീലിന്റെ ഹാർഡ്നെസ് കൂടിക്കൊണ്ടിരിക്കും. കോറസ് ഗ്രെയിൻസ് കിട്ടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഇതിന്റെ ഗ്രെയിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് എന്തായിരിക്കും, ആ മെറ്റീരിയൽ അതിന്റെ ഹാർഡ്നെസ് കുറഞ്ഞുകൊണ്ട് വരും, മീൻസ് അത് ഡക്റ്റൈൽ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ ഇപ്പോഴത്തെ ഡയഗ്രത്തിൽ നമ്മൾ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്നതനുസരിച്ച് നമുക്ക് എന്താ കിട്ടുന്നത്, ആദ്യം പേർലൈറ്റ് ആയിരുന്നു, പിന്നെ പേർലൈറ്റ് മല്ല മാറി ബെയ്നൈറ്റ് ആയി മാർട്ടൻ സൈറ്റിലേക്ക് എത്തി അല്ലെ. അപ്പൊ മാർട്ടൻ സൈറ്റ് എത്തുന്ന സമയത്ത് എന്തായിരിക്കും, ഗ്രെയിൻ സൈസ് ഏറ്റവും കുറവായിരിക്കും, നമുക്ക് അവിടെ കിട്ടുന്ന ഗ്രെയിൻസ് ഏറ്റവും ഫൈൻ ഗ്രെയിൻസ് ആയിരിക്കും നമ്മൾ കിട്ടുന്നത്. ആൻഡ് ദിസ് മാർട്ടൻ സൈറ്റ് വിൽ ബി ദ ഹാർഡസ്റ്റ് ഓഫ് ദി ഓൾ ദി ഫേസസ്. ഓക്കെ, അപ്പൊ നമുക്ക് ബെയ്നൈറ്റ് നോക്കുമ്പോൾ എന്താണ്, ഇവിടെയും ഫെറൈറ്റ് ആൻഡ് സിമെന്റേറ്റ് ഫേസ് ആണെന്നുള്ളത്. ബട്ട് ഹിയർ ദർ വിൽ ബി എ ഫൈനർ ഡിസ്ട്രിബ്യൂഷൻ കമ്പയർഡ് ടു പേർലൈറ്റ്. ഓക്കെ, അപ്പൊ ബെയ്നൈറ്റിൽ എപ്പോഴും ഒരു നീഡിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ലൈക്ക് ഷേപ്പ് ആണ് അതിന്റെ മൈക്രോ സ്ട്രക്ചർ ഉണ്ടാല്. മൈക്രോ സ്ട്രക്ചർ ഇമേജ് ഇപ്പൊ ഇതിൽ കാണിച്ചു തരാം, അതിലുണ്ടാല്. നമുക്കറിയാം, അപ്പൊ ഈ ടി ഡയഗ്രത്തിൽ നമുക്കറിയാം, ഈ നോസ് എന്ന് പറയുന്നത്, ആ ഡയഗ്രത്തിന്റെ നോസ് പറയുന്നത് എപ്പോഴാണ്, 540 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെ. ആ 540 ഡിഗ്രി സെൽഷ്യസിന്റെ തൊട്ട് താഴെയായിട്ട് അവിടെയാണ് നമുക്ക് ബെയ്നൈറ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നത് അല്ലെ. അതിന് തൊട്ട് താഴെയായിട്ടുള്ള ഏരിയയിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, കോറസ് ബെയ്നൈറ്റ് ആണ്. ഓക്കെ, അതിനെ നമ്മൾ കോറസ് ബെയ്നൈറ്റ് നമ്മൾ എന്ത് പറയും, അപ്പർ ബെയ്നൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഫെദറി ബെയ്നൈറ്റ് എന്ന് പറയും. ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഫർദർ നമ്മൾ ലോവർ ടെമ്പറേച്ചറിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, കുറച്ചും കൂടി ഫൈൻ ലോവർ ബെയ്നൈറ്റ് ആണ്. അത് കുറച്ചും കൂടി ഫൈൻ ആയിരിക്കും, കോറസ് അല്ല, ഫൈൻ ആയിട്ടുള്ള ബെയ്നൈറ്റ് ആയിരിക്കും. അതിന് നമ്മൾ പറയുന്നതാണ് അസിക്കുലാർ ബെയ്നൈറ്റ് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു മൈക്രോ സ്ട്രക്ചർ ആണ് നിങ്ങൾക്ക് കാണാം, ഡയഗ്രം കാണിക്കാം. അതിനു മുമ്പ് വൺ മോർ ഫേസ് ഉണ്ട്, അതാണ് നമ്മളെ മാർട്ടൻ സൈറ്റ് ഫേസ്. നമുക്ക് ആദ്യം കിട്ടിയത് പേർലൈറ്റ് ആയിരുന്നു, സെക്കൻഡ് ബെയ്നൈറ്റ് കിട്ടി, തേർഡ് മാർട്ടൻ സൈറ്റ്. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത, ഇവിടെ പേർലൈറ്റും ബെയ്നൈറ്റും രണ്ടും എന്താണ്, നമുക്ക് ഡിഫ്യൂഷൻ ആണ് അവിടെ സംഭവിച്ചത്. പക്ഷെ മാർട്ടൻ സൈറ്റിന്റെ കേസിൽ എന്താണ്, ഇവിടെ എന്ന് വെച്ചാൽ ഫാസ്റ്റർ കൂളിംഗ് ആണല്ലേ. മാർട്ടൻ സൈറ്റ് നമ്മൾ എപ്പോഴും കിട്ടുമ്പോൾ നമുക്ക് ഡയഗ്രം നോക്കി അറിയാം, സഡൻ കൂളിംഗ് അല്ലെങ്കിൽ റാപ്പിഡ് കൂളിംഗിലാണ് നമുക്ക് മാർട്ടൻ സൈറ്റ് കിട്ടല്. റാപ്പിഡ് കൂളിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് ക്വഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് റാപ്പിഡ് കൂൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഓൾറെഡി ഒരു ഹയർ ടെമ്പറേച്ചറിൽ സാധനം നമ്മൾ ഒരു ബ്രൈൻ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു അല്ലെങ്കിൽ വാട്ടറിൽ ഡിപ്പ് ചെയ്തു, സഡൻ കൂളിംഗ്, അതിനെയാണ് നമ്മൾ ക്വഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ റാപ്പിഡ് കൂളിംഗ് ആണല്ലേ നമ്മൾ ആ ഗ്രാഫിന്റെ അല്ലെങ്കിൽ ആ ഡയഗ്രത്തിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് സഡൻ കൂളിംഗ് ആണ്. സഡൻ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ മാർട്ടൻ സൈറ്റ് കിട്ടുന്നത്. സോ അവിടെ ഡിഫ്യൂഷൻ നടക്കാനുള്ള സമയമില്ല. അപ്പൊ അവിടെ എന്താണ്, ഫാസ്റ്റ് റേറ്റ് ഓഫ് കൂളിംഗ് ഓൾവേസ് ഇറ്റ് വിൽ പ്രിവെന്റ് ഡിഫ്യൂഷൻ ഓഫ് കാർബൺ. ഓക്കെ, അപ്പൊ അവിടെ ഡിഫ്യൂഷൻ വഴിയല്ല ഇത് ഉണ്ടാകുന്നത്. ഇവിടെയുള്ള സഡൻ റീഓറിയന്റേഷൻ ഓഫ് കാർബൺ ആൻഡ് അയൺ ആറ്റം ഫ്രം FCC സോളിഡ് സൊല്യൂഷൻ ഇൻ ടു എ ബോഡി സെന്റേർഡ്, അതായത് ഇവിടെ ഒരു BCT സോളിഡ് സൊല്യൂഷൻ ആണ് ഉണ്ടാകുന്നത്. ഇവിടെ FCC സോളിഡ് സൊല്യൂഷൻ, അതായത് ഓസ്റ്റനേറ്റിന് FCC സ്ട്രക്ചർ ആണ്,
അവിടെ ഉണ്ടാകുന്നത് ഡിഫ്യൂഷൻ അല്ല, അവിടെ ഉണ്ടാകുന്ന ഒരു ഈ റാപ്പിഡ് കൂളിംഗ് കാരണം ഉണ്ടാകുന്ന ഒരു സഡൻ റീഓറിയന്റേഷൻ ആണ്. അപ്പൊ അത് എന്താണ്, FCC സൊല്യൂഷൻ ഒരു BCT, അതായത് ബോഡി സെന്റേർഡ് ടെട്രഗണൽ സോളിഡ് സൊല്യൂഷൻ ആയിട്ട് മാറും. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെയും ഈ മൈക്രോസ്ട്രക്ചർ നോക്കിയാൽ, ഇതിന്റെ മൈക്രോസ്ട്രക്ചർ നോക്കിയാൽ ഇവിടെയും അസിക്കുലാർ ഷേപ്പ് ആണ്, അല്ലെങ്കിൽ നീഡിൽ ലൈക്ക് ഷേപ്പ് ആണ്. ഇത് വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ടായിരിക്കും ഇതിന്റെ ഗ്രെയിൻ ഉണ്ടാകല്. അതായത് ഏറ്റവും ഗ്രെയിൻ സൈസ് ഏറ്റവും കുറവായിരിക്കും ഈ 3 ഫേസസിൽ, ഏറ്റവും കുറവ് ഗ്രെയിൻ സൈസ് ആയിരിക്കും മാർട്ടൻ സൈറ്റിൽ ഉണ്ടാകല്. അതുപോലെ തന്നെ മാർട്ടൻ സൈറ്റ് എന്ന് പറയുന്നത് അതൊരു സ്റ്റേബിൾ ഫേസ് അല്ല. മാർട്ടൻ സൈറ്റ് പറയുന്നത് അതൊരു ഒരു മെറ്റാസ്റ്റേബിൾ ഫേസ് ആണ്. ഓക്കെ. അതായത് ഈ നമുക്കറിയാം, നമ്മൾ ഫേസ് ഡയഗ്രാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അവിടെ എവിടെ മാർട്ടൻ സൈറ്റ് കണ്ടിട്ടല്ലേ, നമ്മൾ പേർലൈറ്റ് സിമെന്റേറ്റ് ഒക്കെ കണ്ടു. മാർട്ടൻ സൈറ്റ് നമ്മൾ കണ്ടു, കാരണം മാർട്ടൻ സൈറ്റ് ഒരു മെറ്റാസ്റ്റേബിൾ ഫേസ് ആണ്. കാരണം അത് വീണ്ടും ഹീറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്താണ്, അഗൈൻ ഇറ്റ് വിൽ ഡീകമ്പോസ് ഇൻ ടു ഫെറൈറ്റ് ആൻഡ് സിമെന്റേറ്റ്. അപ്പോൾ ഫെറൈറ്റ് സിമെന്റേറ്റും കുറച്ചും കൂടി സ്റ്റേബിൾ ഫേസസ് ആണ്. അപ്പോൾ മാർട്ടൻ സൈറ്റ് പറയുന്നത് ഇറ്റ് ഇസ് എ മെറ്റാസ്റ്റേബിൾ ഫേസ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് മാർട്ടൻ സൈറ്റിന്റെ ഡക്റ്റിലിറ്റി വളരെ കുറവാണ്. ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് ഓഫ് ദ സ്റ്റീൽ. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു അപ്പോൾ ഇവിടെ ഞാൻ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലൈഡിൽ, നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ ബൈനൈറ്റും മാർട്ടൻ സൈറ്റും കാണാം. പേർലൈറ്റിന്റെ ഓൾറെഡി ഫിഗർ പഴയ സ്ലൈഡിൽ നമ്മൾ കാണിച്ചതാണ്. ഇപ്പൊ ബൈനൈറ്റ് നോക്കിയാൽ അവിടെയും നീഡിൽ ലൈക്ക് പ്ലേറ്റ് ലൈക്ക് ഷേപ്പാന്നുള്ളത്. പക്ഷെ മാർട്ടൻ സൈറ്റ് എത്തുമ്പോൾ അത് കുറച്ചും കൂടി കുറച്ചും കൂടി ക്യാരക്ടേഴ്സ് ഉള്ള ഒരു നീഡിൽ ലൈക്ക് ഷേപ്സ് ആ കാണുന്നത്. അത് മാർട്ടൻ സൈറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹാർഡർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ ബൈനൈറ്റ് ആയിരിക്കും. അതുപോലെ ഇറ്റ് വിൽ ബി ഓൾസോ ബ്രിട്ടിൽ. ഓക്കെ. അപ്പൊ സ്ട്രോങ്ങസ്റ്റ് എമംഗ് ദീസ് 3 ഈസ് ദ മാർട്ടൻ സൈറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ TTT CCT ഡയഗ്രത്തിൽ പഠിക്കാനുള്ളത്. ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ നോക്കുന്നത് ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കി, നമുക്ക് എന്താണ്, നമ്മളിപ്പോൾ മെറ്റൽസ്, ആദ്യം എലമെന്റ്സ് അല്ലെ, മെറ്റൽസ് നമ്മൾ നോക്കി ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട്. അപ്പോൾ മെറ്റൽസ് പറയുമ്പോൾ നമുക്കത് എലമെന്റ്സ് അല്ല, പല എലമെന്റ്സ് നമുക്കറിയാം പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് അയൺ ആണ്. നമ്മൾ സ്റ്റീലിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. അയൺ എന്ന് പറയുമ്പോൾ അയണിലുള്ള ഒരു മെറ്റൽ അല്ല, അയണിലുള്ള ഒരു എലമെന്റ് പറയുന്നത് അതിന്റെ പ്യുവർ ഫോമിൽ ഇറ്റ് വിൽ ബി വെരി സോഫ്റ്റ്. ഒരു സോഫ്റ്റ് ഫോം ഓഫ് മെറ്റൽ അല്ലെങ്കിൽ ഒരു എലമെന്റ് ആണ് അയൺ. പക്ഷെ അയണ നമ്മൾ മാക്സിമം ഒരു 80% നമ്മളെ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ആപ്ലിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണല്ലേ ഈ പറയുന്ന അയണിന്റെ അലോയ്. അപ്പൊ ഈ അയണിന്റെ ഒരു അലോയ് ആണ് സ്റ്റീൽ. അപ്പൊ അലോയിങ് എന്നുള്ള പരിപാടി നമ്മൾ എന്തിനാ ചെയ്യുന്നത്? അലോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബേസ് മെറ്റൽ ഉണ്ടാവും. ആ ബേസ് മെറ്റലിലേക്ക് നമ്മൾ കുറെ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യും. എന്തിനാണ് ആഡ് ചെയ്യുന്നത്? നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാനാണ് ആഡ് ചെയ്യുന്നത് അല്ലെ. നമ്മളെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് വി നീഡ് ടു ഗെറ്റ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. ഹയർ ഹീറ്റ് റെസിസ്റ്റൻസ് വേണം ചില ആപ്ലിക്കേഷന്, ഹയർ വെയർ റെസിസ്റ്റൻസ് വേണം ചില ആപ്ലിക്കേഷനിൽ. ഓക്കെ. ഹയർ കൊറോഷൻ റെസിസ്റ്റൻസ് വേണം ചില ആപ്ലിക്കേഷനിൽ. ഡിപ്പെൻഡ്സ് ഓൺ ദിസ് ആപ്ലിക്കേഷൻ വി ക്യാൻ ചേഞ്ച് ദ പ്രോപ്പർട്ടീസ് ബൈ ചേഞ്ചിങ് ദ അലോയിങ് എലമെന്റ്സ് ആഡ് ടു ഇറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ പ്രോപ്പർട്ടി ചേഞ്ചസിന് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അലോയിങ്. പ്രോപ്പർട്ടി ചേഞ്ചസിന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വേറൊരു മെത്തേഡാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ മെറ്റാലിക് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള 2 മെത്തേഡിൽ ഒന്നാണ് അലോയിങ്. നമ്മൾ ഓൾറെഡി നോക്കി, ഡിഫറെന്റ് അലോയ്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുന്നുണ്ട്. സെയിം ലൈക്ക് വൈസ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓൾസോ വിൽ ഗിവ്സ് us എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ് ബൈ. അപ്പോൾ എന്താണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത്? ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഹീറ്റിംഗ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എ കോമ്പിനേഷൻ ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓപ്പറേഷൻസ് ടൈംഡ് ആൻഡ് അപ്ലൈഡ് ടു എ മെറ്റൽ ഓർ അലോയ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ടു പ്രൊഡ്യൂസ് ഡിസൈർഡ് പ്രോപ്പർട്ടീസ്. അപ്പൊ എന്താണ് ഡിസൈർഡ് പ്രോപ്പർട്ടീസ് കിട്ടാനുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെടുത്തില്ല മെറ്റൽ അല്ലെങ്കിൽ അലോയിനെ നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും, കൂൾ ചെയ്യും. എങ്ങനെ ഹീറ്റ് ചെയ്യും? ഹീറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈം റേറ്റിൽ ഹീറ്റ് ചെയ്യും, ഒരു പർട്ടിക്കുലർ ടൈം റേറ്റിൽ കൂൾ ചെയ്യും. അപ്പോൾ ഈ കൂളിംഗ് ആൻഡ് ഹീറ്റിംഗ് പ്രോസസ് നമ്മൾ മാറി മാറി നടത്തി നമ്മൾ ഫൈനലിൽ നമ്മൾ ഡിസൈർഡ് പ്രോപ്പർട്ടീസ് എന്താണോ ആ രീതിയിലേക്ക് നമുക്ക് ആ മെറ്റലിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഹീറ്റ് ട്രീറ്റ്മെന്റിൽ വരുന്നത്. സോ ഇവിടെ മെയിൻ ആയിട്ട് അപ്പോൾ ഇവിടെ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? അതിന്റെ ഗ്രെയിൻ സൈസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയായിരുന്നു അല്ലെ. നമ്മൾ ഹീറ്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഗ്രെയിൻ സൈസ്, അതായത് ഓൾറെഡി ഒരു മെറ്റൽ ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ ക്രിസ്റ്റൽ ഗ്രെയിൻ സൈസ് അറേഞ്ച്മെന്റ് ഉണ്ടാവും. നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യും, അതിന്റെ ലിക്വിഡ് ഫോമിലേക്ക് എത്തിക്കും, അതിന്റെ ഓസ്റ്റനേറ്റ് ഫോമിലേക്ക് എത്തിച്ചു. ഇപ്പോൾ സ്റ്റീലിന്റെ കേസ് ആണെങ്കിൽ അതിനുശേഷം നമ്മൾ അതിനെ കൂൾ ചെയ്യും. നമുക്ക് എങ്ങനെയൊക്കെ കൂൾ ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ക്വഞ്ച് ചെയ്യാം അല്ലെ, സഡൻ കൂൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൂളിംഗ്, നമുക്ക് ഓർഡിനറി എയർ കൂൾ ചെയ്യാം നമുക്ക്, ശരിയല്ലേ?
അപ്പോൾ നോർമൽ എയർ ടെമ്പറേച്ചർ എത്രയാണോ എയറിൽ നമുക്ക്, അപ്പോൾ നമ്മൾ ഓൾറെഡി ഹീറ്റ് ചെയ്തു, 1100 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ എയർ കൂളിംഗിൽ വെച്ചു. അപ്പോൾ എയർ കൂളിംഗ് റേറ്റ് അനുസരിച്ച് ഇത് തണുക്കും അല്ലെ. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്ട്ലി അത് ഡിപ്പ് ചെയ്യാം ബ്രെയിൻ സൊല്യൂഷനിലോ വാട്ടറിലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, സഡൻ കൂളിംഗ്, റാപ്പിഡ് കൂളിംഗ് കിട്ടി, ക്വഞ്ചിങ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് സ്ലോ കൂളിംഗ് ചെയ്യാം. സ്ലോ കൂളിംഗിൽ നമ്മൾ എന്താ ചെയ്യുക, അവിടെ നമുക്ക് ഫർണസ് കൂൾ ചെയ്യാം അല്ലെ. നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തു, അതായത് പെർ സെക്കൻഡിൽ 1 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞുകൊണ്ട് പോകും, അല്ലെങ്കിൽ പെർ സെക്കൻഡിൽ 5 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞുകൊണ്ട് പോകും. അങ്ങനെ നമുക്ക് കൺട്രോൾഡ് കൂളിംഗ് ചെയ്യാം. അപ്പൊ എങ്ങനെ വേണം നമുക്ക് കൂളിംഗ് ചെയ്യാം. അപ്പൊ ഈ കൂളിംഗ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഇത് ഡിഫറെന്റ് ഗ്രെയിൻ സ്ട്രക്ചർ ആയിട്ട് റീക്രിസ്റ്റലൈസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് മെറ്റീരിയൽസ് കിട്ടും. അങ്ങനെ കിട്ടുന്ന മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളെ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇതിലാണ്, സ്റ്റീലിലാണ്. അപ്പൊ സ്റ്റീലിനെ കുറിച്ചിട്ട് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സ്റ്റീൽ നമുക്കറിയാം, സ്റ്റീലിന് നമ്മൾ കുറെ രീതിയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ടല്ലേ. സ്റ്റീൽ ഇറ്റ് സെൽഫ് ഈസ് ആൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് അയണും കാർബൺ വരുന്ന ഈ സ്റ്റീലിന് നമ്മൾ പൊതുവെ പറയുന്നത് എന്താണ്, പ്ലെയിൻ കാർബൺ സ്റ്റീൽ എന്നാണ് പറയുന്നത്. നമ്മൾ അതിനെ സ്റ്റീൽ സ്റ്റീൽ എന്ന് പറയും അല്ലെ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാറ്റഗറി ഉണ്ട്, അലോയ് സ്റ്റീൽ. അപ്പൊ അലോയ് സ്റ്റീൽ എന്താണ്, കാർബൺ കൂടാണ്ട് വേറെയും എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെയും നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ്, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ നമ്മൾ വേറെയും എലമെന്റ്സ് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിഫറെന്റ് അലോയ് സ്റ്റീൽസ് കിട്ടും. അപ്പോൾ കാർബൺ സ്റ്റീൽസിൽ എന്താണ്, കാർബൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ കാർബൺ സ്റ്റീലിലെ അയണിൽ കാർബൺ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പോൾ അത് പുതിയൊരു അലോയി, അതിന്റെ പേരാണ് സ്റ്റീൽ. അപ്പോൾ നമുക്ക് അതിന്റെ ഹാർഡ്നെസ് കൂടിക്കൊണ്ടിരിക്കും. കാർബൺ അഡീഷൻ കൂടുന്നതനുസരിച്ച് ഹാർഡ്നെസ് കൂടും. അപ്പോൾ അതാണ് നിങ്ങൾ സ്ലൈഡിൽ കാണുന്നത്. സ്റ്റീലിന്റെ ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ പ്ലെയിൻ കാർബൺ സ്റ്റീൽ അല്ലെ. കാർബൺ സ്റ്റീൽസ് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത്, സ്റ്റീൽ എന്ന് പറയുന്നത് കാർബൺ സ്റ്റീലാണ്. അതിൽ 3 ടൈപ്സ് ഉണ്ട്. എന്തെല്ലാം, ലോ കാർബൺ സ്റ്റീൽ ഉണ്ട്, മീഡിയം കാർബൺ സ്റ്റീൽ ഉണ്ട്, അതുപോലെ ഹൈ കാർബൺ സ്റ്റീലും ഉണ്ട്. എന്താണ് ലോ കാർബൺ സ്റ്റീൽ? ലോ കാർബൺ സ്റ്റീൽ പറഞ്ഞാൽ കാർബണിന്റെ കണ്ടന്റ് 0.1 to 0.3% മാത്രമേ ഉണ്ടാവും. റിമൈനിങ് കംപ്ലീറ്റ് ആയിട്ട് എന്തായിരിക്കും, അയൺ ആയിരിക്കും. മീഡിയം കാർബൺ സ്റ്റീലോ 0.3 to 0.6% ആയിരിക്കും കാർബൺ കണ്ടന്റ്. റെസ്റ്റ് എന്തായിരിക്കും, അത്രയും കുറവ് പെർസെന്റേജ്, 1% പോലും ഇല്ല കാർബൺ. അപ്പൊ അത്രയും പെർസെന്റേജ് കാർബൺ ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഹാർഡ്നെസ് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഡിസൈഡ് പ്രോപ്പർട്ടീസ് വി ആർ ഏബിൾ ടു ഗെറ്റ്. ഓക്കെ, തേർഡ് ടൈപ്പ് എന്താണ്, ഹൈ കാർബൺ സ്റ്റീൽ. സോ 0.6 ആൻഡ് അബവ് പെർസെന്റേജ് ഓഫ് കാർബൺ, അത്തരത്തിലുള്ള സ്റ്റീൽസിന് വിൽ കോൾ ഇറ്റ് ആസ് ഹൈ കാർബൺ സ്റ്റീൽ. ഫർദർ ഇനിയും 2.1%-ലാക്കുമ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് 3% വരെയൊക്കെ നമുക്ക് കാർബൺ കണ്ടന്റ് ആഡ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അലോയ് സ്റ്റീൽ ആണ്. അലോയ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അതർ ദാൻ കാർബൺ, കാർബൺ കൂടാണ്ട് നമുക്ക് അതർ അലോയിങ് എലമെന്റ്സ്, മോളിബ്ഡിനം, വെനേഡിയം, ക്രോമിയം, ഇതുപോലത്തെ അതർ എലമെന്റ്സും കൂടി നമുക്ക് ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന സ്ട്രെങ്ത് കൂടാണ്ട് നമുക്ക് വേണ്ട അതർ പ്രോപ്പർട്ടീസ്, ഹയർ വെയർ റെസിസ്റ്റൻസ് വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ ഹയർ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് വേണമെങ്കിൽ അത്, ഹയർ കൊറോസീവ് റെസിസ്റ്റൻസ് വേണമെങ്കിൽ അത്, ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ഡിഫറെന്റ് അലോയിങ് എലമെന്റ്സ് ഫർദർ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം ഡിഫറെന്റ് ദ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് അല്ലെ. എന്താണ് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മളെ പ്രോപ്പർട്ടീസ്, എസ്പെഷ്യലി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാം. എസ്പെഷ്യലി നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നതാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ടെൻസൈൽ സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി, ഇമ്പാക്ട് റെസിസ്റ്റൻസ്. ഇതുപോലത്തെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ട്രീറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പൊ ഹീറ്റ് ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ അത് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് പ്രോസസ് ആണ്. ടൈംഡ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് പ്രോസസ് ഓഫ് ദി മെറ്റൽ ഓർ അലോയ് സോ ആസ് ടു ഗെറ്റ് ദ ഡിസൈഡ് പ്രോപ്പർട്ടീസ്. ഇപ്പൊ അലോയിങ് ഡിഫറെന്റ് ആണ്, ഹീറ്റ് ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് എന്താ പറയുന്നത്, ടു ഇംപ്രൂവ് സർഫസ് ഹാർഡ്നെസ്. നമുക്ക് ഹാർഡ്നെസ് കൂട്ടാം അല്ലെ, നമുക്ക് അതിനെ സോഫ്റ്റ് ആക്കാം, അങ്ങനെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ടു ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു വെയർ ഹീറ്റ് ആൻഡ് കൊറോഷൻ. ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി, നമുക്ക് അതിന്റെ മെഷീനബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. നമുക്കിപ്പോൾ കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഡിസൈഡ് ഷേപ്പിലേക്ക് ഒരു അപ്ലിക്കേഷന് വേണ്ടി നമുക്ക് അതിനെ മെഷീൻ ചെയ്തെടുക്കണം, അതിന്റെ മുകളിൽ മെറ്റൽ റിമൂവൽ പ്രോസസ് നടത്തണം അല്ലെ. അപ്പോൾ അത് വർക്കബിലിറ്റി വേണം നമുക്ക്, അല്ലെങ്കിൽ മെഷീനബിലിറ്റി ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഡിഫറെന്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, നിങ്ങൾ പറയുന്നത് സ്റ്റീലിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് നമ്പറിൽ നമുക്ക് സ്റ്റീൽ അവൈലബിൾ ആണ്. EN25, EN125, EN108, അങ്ങനെ കുറെ വെറൈറ്റി സ്റ്റീൽ. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ ഈ നമ്പർ വെച്ച് നമുക്ക് സ്റ്റീൽ എടുക്കാം. ഈ ഓരോ നമ്പർ സ്റ്റീലും ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് കിട്ടുന്ന സ്റ്റീലാണ്. ഓരോ ആപ്ലിക്കേഷനും അതിൻ്റെതായ സ്റ്റീലിന്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. നമ്മൾ ഈ പറയുന്ന ഹൈ കാർബൺ, ലോ കാർബൺ മാത്രമല്ല, സ്റ്റീലിന്റെ ഒരു നമ്പറിംഗ് വെച്ചിട്ട് ഇഷ്ടം പോലെ സ്റ്റീൽസ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്, ടു റിലീവ് ഇന്റേണൽ സ്ട്രെസ്സസ് സെറ്റപ്പ് ഇൻ ദ മെറ്റീരിയൽ ഡ്യൂറിങ് കോൾഡ് വർക്കിംഗ്.
അപ്പോൾ കോൾഡ് വർക്കിംഗ്, അതായത് നമുക്ക് മെക്കാനിക്കൽ വർക്കിംഗ് പ്രോസസ്സ്, അതായത് കോൾഡ് വർക്കിങ്ങും ഹോട്ട് വർക്കിംഗും ഉണ്ട്. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അത് നോക്കും. കോൾഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു മെറ്റൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു അലോയ് ഉണ്ട്. അപ്പോൾ ആ അലോയ്ക്ക് ഒരു റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഉണ്ടാവും. അത് ഓരോ മെറ്റലിനും അല്ലെങ്കിൽ ഓരോ അലോയ്ക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ വാട്ട് ഈസ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ? The temperature at which the grains will, the grain structure will break and new grains will form. അതായത് നമ്മൾ ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു അലോയിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തി കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലേ. മെൽറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ഓൾറെഡി ഗ്രെയിൻസ് എല്ലാം എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓൾറെഡി ഗ്രെയിൻസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് ഫർദർ എന്താവും, അതൊരു ലിക്വിഡ് സൊല്യൂഷൻ, ഒരൊറ്റ ഗ്രെയിൻ എന്നുള്ള രീതിയിൽ ഒരു ലിക്വിഡ് സൊല്യൂഷൻ ആയിട്ട് മാറും അല്ലേ. ഫർദർ നമ്മൾ വീണ്ടും അതിനെ തണുപ്പിക്കുകയാണ്, അത് കൂൾ ചെയ്യുകയാണ്. അതായത് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സാണ് ഈ നടക്കുന്നത്. ഫർദർ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് വീണ്ടും പുതിയ ഗ്രെയിൻസ് ഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അതിനെയാണ് നമ്മൾ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഏത് ടെമ്പറേച്ചറിലാണോ അതിന്റെ ഗ്രെയിൻസ് ബ്രേക്ക് ചെയ്തിട്ട് ന്യൂ ഗ്രെയിൻസ് ആയി മാറുന്നത്, അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ, അതിൻ്റെ ഒരു മെൽറ്റിംഗ് റീജിയൻ. ആ ഒരു ടെമ്പറേച്ചർ ഡിഫറെന്റ് മെറ്റീരിയൽസിന് ഡിഫറെന്റ് ആയിരിക്കും. സ്റ്റീലിനുള്ളതായിരിക്കില്ല, അലുമിനിയത്തിലുള്ളതായിരിക്കില്ല, കോപ്പറിന്. അപ്പോൾ ഈ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന്റെ ബിലോ, ലോവർ ടെമ്പറേച്ചറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ മെറ്റലിന്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 80 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നോർമലി 80 ഡിഗ്രി സെൽഷ്യസ് പറയുമ്പോൾ നമ്മളോട് ചോദിച്ചാൽ അത് എങ്ങനെയാണ്, അത് ഹോട്ടാണ് അല്ലേ. അപ്പോൾ 70 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ അതിനെ ചൂടാക്കി, ഞാൻ അതിന്റെ മുകളിൽ ഒരു മെക്കാനിക്കൽ വർക്ക് ചെയ്യാണ്. ഞാൻ അതിന്റെ മുകളിൽ മെക്കാനിക്കൽ വർക്ക് എന്തെങ്കിലും ചെയ്യാണ്. ഞാൻ അതിനെ ഹിറ്റ് ചെയ്യാണ് ഒരു ഹാമർ കൊണ്ട്. എന്നിട്ട് അതിന്റെ ഷേപ്പ് ഞാൻ മാറ്റിയാണ്, ഞാൻ ഫോമിങ് ഓപ്പറേഷൻ ചെയ്യാണ്. അന്നേരം ഞാൻ ആക്ച്വലി ചെയ്യുന്നത് ശരിക്കും ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ പോലും ആക്ച്വലി വാട്ട് ഐ എം ഡൂയിങ് ഈസ് എ കോൾഡ് വർക്കിംഗ് പ്രോസസ്. അപ്പോൾ ഒരു മെറ്റീരിയലിന്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന്റെ ബിലോ നമ്മൾ അതിനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കോൾഡ് വർക്കിംഗ് എന്ന് പറയും. അതിന്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന്റെ മുകളിൽ ഉള്ള ടെമ്പറേച്ചറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഹോട്ട് വർക്കിംഗ് എന്ന് പറയും. ഓക്കെ. അപ്പൊ ഈ കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താവും, ഈ മെറ്റീരിയൽസിന്റെ അകത്ത് ഇന്റേണൽ സ്ട്രെസ്സസ് ഫോർമേഷൻ ഉണ്ടാവും. ഇൻഡിവിജ്വൽ ആയിട്ട് ഇന്റേണൽ സ്ട്രെസ്സസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ആ സ്ട്രെസ്സസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ടു റിഫൈൻ ദ ഗ്രെയിൻ സ്ട്രക്ചർ ആഫ്റ്റർ ഹോട്ട് വർക്കിംഗ്. ഹോട്ട് വർക്കിംഗിന് ശേഷം ഗ്രെയിൻ സ്ട്രക്ചർ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫൈൻ ഗ്രെയിൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാം. പിന്നെ അതർ പ്രോപ്പർട്ടീസ് ലൈക്ക് മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് പ്രോപ്പർട്ടീസ്, അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഡിഫറെന്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഉണ്ട്. അതിൽ സിമ്പിൾ ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ക്വഞ്ചിങ് ടൈപ്പ് ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ടെമ്പറിങ്സ് ഉണ്ട്, ഐസോതെർമൽ ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. സർഫസ് മാത്രം നമുക്ക് പ്രോപ്പർട്ടീസ് മാറ്റാം, സർഫസ് മാത്രം ചേഞ്ച് ചെയ്യാൻ സർഫസ് ഹീറ്റ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതിൽ വരുന്ന ഡിഫ്യൂഷൻ മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ സെലക്റ്റീവ് ഹാർഡനിങ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് അറ്റൻഡൻസ് ഒന്ന് പറയണം. ആകാശ്, അഖിൽ, അമിത്, സർ, അനിരുദ്ധ്, സാർ, കാർത്തിക്, കാർത്തികോടെ, മുഹമ്മദ് ലാദിൻ,